ജനിച്ച സമയത്ത് കുഞ്ഞു മാറിപ്പോയതിന്റെ വേദന അതൊന്നും വേറെയാ. ഒന്ന് വേറെ ആയോണ്ടല്ലേ മാറിപ്പോയെന്ന് പറയുന്നത്. അതെ, നിനക്കറിയോ ഞാൻ പ്രസവിക്കുമ്പോ നീ പ്രസവിച്ച? ഞാനല്ല, ഞാനെന്ന് പറയുന്ന എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പോ ഈ മുഖത്തുനിന്ന് ചോരെങ്ങനെ തൊട്ട് ചൊറയുണ്ടായിരുന്നു. അതല്ല, നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിരുന്നു. എന്നെ കുളിപ്പിക്കാൻ കൊണ്ടുപോയ നേഴ്സ് കോഴ വാങ്ങി എന്നെ ഏതോ കാശുകാരന് കൊടുത്ത് പകരം അയാളുടെ കരിഞ്ഞുണങ്ങിയ കൊച്ചിനെ എന്റെ അമ്മയുടെ അടുത്ത് കിടത്തി. ആ കരിഞ്ഞുണങ്ങിയ കൊച്ചാണ് ഈ ഇരിക്കടത്തെ. ശരിക്കുള്ള ഞാൻ എവിടെയോ ആ കോടീശ്വരന്റെ വീട്ടിൽ നല്ല തുടുത്ത് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കഴിയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ ഇരിക്കുന്ന നീ? ഈ ഇരിക്കണം ഞാനില്ലേ, അത് ഞാനല്ല. ഞാൻ എവിടെയോ ആണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. എടാ ഇങ്ങനെ കുടിക്കല്ലേ, നിന്റെ ചങ്ക് വാടി പോവും. വാടട്ടെ, എനിക്കെന്താ, എന്റെ ചങ്കല്ലല്ലോ, ആ കരിഞ്ഞുണങ്ങിയ തെണ്ടിയുടെ ചങ്കല്ലേ. ചാകട്ടെ, ഈ ചതിയ ചാകട്ടെ. ഞാൻ ഏതോ കോടീശ്വരന്റെ വീട്ടില് നല്ല വെളുത്ത് തുടുത്ത് സുന്ദര കുട്ടപ്പനായിട്ട് നല്ല അടിപൊളി ഭാര്യയായിട്ട് നല്ല പാലും പോൽവിറ്റൊക്കെ കുടിച്ചിരിക്കും. അതേ കരിസാറേ, എന്താ ഉദ്ദേശം? അതെ രായ സാറേ, എന്തെങ്കിലും ഒന്ന് പറ. കുറെ നേരം സൈക്കിളോട്ടം തുടങ്ങിയിട്ട് എവിടെയൊക്കെ ഇത്ര അത്യാവശ്യമായിട്ട് നിർത്തിയൊന്ന് നിർത്താൻ. എന്താടാ? എന്താ? ഒന്നുമില്ല, പറഞ്ഞപ്പോലെ രസമായിട്ട് തോന്നി. ചൂടാ ചൂട്. ഞാൻ പറയാം സാറേ, അതിനിപ്പോ ഇവിടെ എന്താ പ്രശ്നം? പ്രശ്നങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയില്ലേ? നമുക്ക് അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലാം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. എന്തു പറയാൻ? ഏയ്, അതൊന്നും ശരിയാവില്ലടാ. ഇത് അവരുടെ ഇവരുടെ ഇടയിൽ കിടന്ന് നമ്മൾ കോമാളികളാവാന്നല്ലാതെ മതി മതി. അപ്പൊ ഇനി അങ്ങോട്ട് പോകണ്ടേ? എന്തിന്? ആരെ കാണാൻ? ബ്രദറെ, നമുക്കിതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല, ഈ കുടുംബവും കുട്ടികളും ഒന്നും. മാത്രമല്ല, നമ്മൾ അവർക്കൊട്ട് ചേരുവില്ല. അവര് വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരല്ലേ. മതി, നമുക്കൊന്നും വേണ്ട, നമുക്കിവിടുന്ന് പോവാം. ഇവിടെ എങ്ങോട്ടാ പോകുന്നത്? കോളേജിലേക്കോ സ്കൂളിലേക്കോ? എന്താ? അല്ല, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട് പോകുന്നെന്ന് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, അതെന്തോ ആയിക്കോട്ടെ, അത് നിങ്ങളുടെ കാര്യം. പക്ഷെ ഈ വാടകയ്ക്ക് താമസിക്കുന്നവര് വീട് മാറി പോകുമ്പോ ചില മര്യാദകളൊക്കെ ഉണ്ട്. ചുരുങ്ങിയ പക്ഷം അത്രയും കാലം താമസിച്ചതിന്റെ വാടകയെങ്കിലും തരണം. ഞങ്ങൾ ആ വാടക പിരിക്കാൻ വേണ്ടി വന്നതാ. അല്ല, അത് രണ്ടുപേരും തനി തനി തരണം. എന്തേ, കാശില്ലേ? ഇല്ല, ഉണ്ട് ബ്രദറെ. വാ, വാങ്ങിക്ക. നിക്ക്. അത് ശരി, വീട്ടുടമസ്ഥന് ഇവിടെ ജീവനോടെ നിൽക്കുമ്പോൾ വാടക മേടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? ഏതായാലും വാങ്ങിച്ചു പോയ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യും. നീ ഈ വാടക ഈ മുതലാളിക്ക് കൊടുക്ക്, നീ ഇത് ഈ മുതലാളിക്ക്. എന്താ രണ്ടുപേരിങ്ങനെ നോക്കി നിൽക്കണേ? വീട്ടുടമസ്ഥന്മാർ ഇതങ്ങ് വാങ്ങിച്ചേ. ഞാനെല്ലാം പറഞ്ഞടോ ഇവരോട്. നിങ്ങൾ വീട് വാങ്ങിയതും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹവും ഒക്കെ ഇവർക്കും ഇത് സന്തോഷാടോ. നീ ഇവിടെ നിൽക്കണോ? പോയി ആ വെടിയുടെ കാര്യം എന്താ നോക്ക. ഇപ്പഴാ പടക്കത്തിന്റെ കാര്യം അല്ലേ? മിനിസ്റ്റർ വന്നു. ഈ ആശുപത്രിയോടനുബന്ധിച്ച് ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് സെന്റർ അടുത്ത ഞായറാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കുന്ന സന്തോഷ വാർത്ത ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുവാൻ
ഞാൻ ആഗ്രഹിക്കുക. അത് ഏറ്റെടുത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നവർ തികച്ചും ഉദ്ദേശശുദ്ധിയോടെ മാന്യമായ രീതിയിൽ അത് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. ആ മാന്യ വ്യക്തികളെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. പ്ലീസ്. ഈ ശുഭദിനത്തിൽ വ്യക്തിപരമായ എന്റെ വലിയൊരു സന്തോഷം കൂടി നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ്. ഇവര് എന്റെ മരുമക്കളാകാൻ പോവുകയാണ്. താങ്ക് യു. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജ് പന്നീർസെൽവം അവറുകളെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഒരു സെക്കൻഡ്, ആശംസയും നന്ദിയൊക്കെ പറയാൻ വരട്ടെ. ഈ ഫിസിക്കൽ സെന്ററും മറ്റും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെ അവിടെ നടന്നിരുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതൊന്നും ഇനി ഉണ്ടാകില്ലായിരിക്കാം ജോൺ സാർ നടത്തിയ. ഇതിപ്പോ എവിടുന്നോ വന്ന രണ്ടുപേര്. ഏതായാലും അവരെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം. സുഹൃത്തെ, ശരിക്കും അന്വേഷിച്ചിട്ട് തന്നെയാ ഇവരിത് ഭംഗിയായിട്ട് നടത്തും, എനിക്ക് ഉറപ്പാ. എന്തുറപ്പ്? എന്തന്വേഷിച്ചു എന്നാ സാർ പറയുന്നേ? ഇപ്പോ മക്കളെ അവർക്ക് കെട്ടിച്ചു കൊടുക്കാൻ പോവാന്ന് സാറ് പ്രഖ്യാപിച്ചല്ലോ. എന്തന്വേഷിച്ചിട്ടാ? അതേടോ, നല്ലവണ്ണം അന്വേഷിച്ചിട്ട് തന്നെയാ. ശരി, ഇത് ഈ മാന്യന്മാരുടെ രണ്ടാം കെട്ടാണെന്ന് സാറിന് അറിയോ? ചെറ്റത്രം പറഞ്ഞാണ്ടല്ലോ. അതെ, ചെറ്റത്തരം തന്നെയാ. ഒന്ന് കെട്ടി അവിടുന്ന് കിട്ടാവുന്നതെല്ലാം കെട്ടി അവിടുന്ന് മുങ്ങി വേറൊരു നാട്ടിൽ ചെന്ന് പിന്നെയും കെട്ടുകയെന്ന് പറഞ്ഞാൽ ചെറ്റത്തരം തന്നെയാ. ഞങ്ങളുടെ സാറന്മാരെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. കോതമംഗലം സബ് രജിസ്ട്രാർ ഓഫീസിൽ കഴിഞ്ഞ നവംബർ 2-ാം തീയതി ഇവന്മാരുടെ മാരേജ് രജിസ്റ്റർ ചെയ്യാൻ സർട്ടിഫിക്കറ്റ് ആയത്. ഇനി പറയൂ സാറേ, സാറിന്റെ അറിവും അന്വേഷണം എങ്ങനെയുണ്ട്? മക്കളെ, എന്താടാ ഇത്? ചതിയാ, ഇത് ചതിയാ. അതെ, ചതിയാ. ജീവപര്യന്തം ഉള്ളിൽ കിടക്കേണ്ട അത്രയും വലിയ ചതി. ജഡ്ജും പോലീസും ഒക്കെ ഉണ്ടല്ലോ, അവർ പറയട്ടെ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും കൃത്രിമമായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇവനൊക്കെ ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. ശരിയാ, ഇതൊക്കെ തട്ടിപ്പാ, ഫേക്ക്, ക്രിയേറ്റഡ്. വിട്ടുകളാ. നീ അവരെ ഇനി കൊണ്ടുവന്നേ. ഹലോ, ഇനി പറ, ഇതും തട്ടിപ്പാണോ? എന്താണോ കോബ്രകളെ, അണ്ണാക്കി പീരി വെട്ടിപ്പോയോ? പിടിച്ചകത്താക്ക സാറേ. എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല സാറേ, ഇവരെന്ത് പറയാൻ? പറയാനുണ്ട് സാറേ. ഇവരെ ഞങ്ങൾ രജിസ്റ്റർ മാരേജ് കഴിച്ചു എന്നുള്ളത് സത്യം. പിന്നീട് ആ കല്യാണം പള്ളിയിൽ വെച്ച് മുടങ്ങിയപ്പോൾ നാണം കെട്ട് ഒക്കെ അവസാനിപ്പിച്ച് പോന്നതാ ഇങ്ങോട്ട്. പക്ഷേ അറിയില്ലായിരുന്നു അന്നത് അവിടെ അവസാനിച്ചില്ല. ഇവരിപ്പോഴും ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടെന്ന്. തെറ്റായിപ്പോയി, അറിവില്ലായ്മ കൊണ്ടാ. ഒരുപാട് പേരെ വേദനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്ഷമിക്കണം, പൊറുക്കണം. അതെ, അങ്ങനെ മാപ്പ് പറഞ്ഞ് ഒഴിവാകാൻ നോക്കണ്ട. ഇവരുടെ കാര്യം എന്ത് ചെയ്യുമെന്ന് പറ. എന്ത് ചെയ്യാൻ? കെട്ടണം. ഇവരെ ഇവിടെ വെച്ച് പരസ്യമായിട്ട് കെട്ടണം. ബ്രദറെ, ചോദിക്ക. ഇപ്പോ എന്ത് ചെയ്താലും തെറ്റാവുന്നറിയാം. നിങ്ങള് വിവരം പഠിപ്പിക്കുള്ളവരല്ലേ? പറയും, എന്താ ഞങ്ങളിപ്പോ ചെയ്യേണ്ടത്? ആരെയാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടത്? ആരെ സ്വീകരിച്ചാലും അത് ശരിയാണ്. പക്ഷെ അവരാണ് വലിയ ശരി.
അതെ മതി മതി, അഭിനയങ്ങളെയൊക്കെ മതി. ആ മുടി നീട്ടി വളർത്തി പുള്ളിക്കാരൻ കുറെ കാശ് തരാം, ചുമ്മാ ഇവിടം വരെ വന്ന് ഒന്ന് നിന്ന് തന്നാ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്നേ. അല്ലാതെ ഈ മാലയിടൽ പരിപാടി ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, അത് നടക്കുകയല്ല. ഉള്ളത് പറയാലോ ചേട്ടന്മാരെ, ഇവരിപ്പം ഞങ്ങളുടെ ഭാര്യമാരാ. ഇതിപ്പോ ഇങ്ങനെ ഒരു ബന്ധം തകർക്കുന്ന കാര്യത്തിലൊന്നും ഞങ്ങളില്ല. പണി